പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ ഹോളിനകത്ത് അത് കർത്താവിൻ്റെ ദാസന്മാർക്കും അതുപോലെ തന്നെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും മാത്രമല്ല, VOC ചാനലിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തൻ എന്നുള്ള ചിന്തകളാണ് ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ഒരു വാക്യം എടുത്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8:34 വാക്യം ആരെങ്കിലും എന്നെ വായിച്ച് സഹായിച്ചാട്ടെ. റോമർ 8:34. ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു, മധ്യസ്ഥം കഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവായ യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തൻ എന്നുള്ള 4 ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തയ്ക്കായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പൈതലെ ലോകപരമായിട്ട് എടുത്തു നോക്കുമ്പോൾ അത് നമുക്കറിയാം, മധ്യസ്ഥതയ്ക്ക് വേണ്ടി അനേകരെ ഓടി നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വരുമ്പോൾ അതിന് നടുവിൽ ഒരു മധ്യസ്ഥത കടന്നു വന്ന് ആ മധ്യസ്ഥൻ മുഖാന്തരം എല്ലാം അവസാനിപ്പിക്കുകയും അത് സന്തോഷപൂർവ്വം ആകുകയും ചെയ്യുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. അതെ, അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി മധ്യസ്ഥതയ്ക്ക് വേണ്ടി അനേകരെ അങ്ങോട്ടും ഇങ്ങോട്ടും രാപ്പകലില്ലാതെ ഓടി നടക്കുന്നൊരു കാലഘട്ടമാണെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വിവാഹം മുടങ്ങി, അതെ, വിവാഹം ദൈവത്തിൻ്റെ പേരിൽ അതെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ മധ്യസ്ഥന്മാരെ ഇറക്കി, ബിഷപ്പ്മാരെ ഇറക്കി, രാഷ്ട്രീയ നേതാക്കന്മാരെ ഇറക്കി, അനേകരെ ഇറക്കി. ദൈവത്തിന് സ്തോത്രം. മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആ മധ്യസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ഈ ലോകത്ത് ഞാൻ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തനെന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ യേശു ക്രിസ്തു ഇന്നും ദൈവത്തിന്റെ വഴിയിലെ 6 അടി മണ്ണിൽ അന്തിയുറങ്ങുന്നവനല്ല. അവൻ മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ഏക മധ്യസ്ഥനായി എനിക്കും നിനക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നവനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേര് ഈ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. ആ മധ്യസ്ഥൻ ദൈവത്തിന്റെ സ്തോത്രം എന്തിനൊക്കെ പ്രാപ്തനെന്ന് ചിന്തിക്കുമ്പോൾ അവൻ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണെന്ന് വേദപുസ്തകത്തിന്റെ താളുകളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിനാധാരമായിട്ടൊരു വാക്യം വായിച്ചാട്ടെ. 1 തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 2:5-6 വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. അവൻ ഇരിക്കുന്നിടം ദൈവത്തിന്റെ പേര് പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് ദൈവത്തിന്റെ സ്തോത്രം മാനവരാശികൾക്ക് വേണ്ടി, എനിക്കും നിനക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി, രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി അവൻ ഇന്നും രാപ്പകലില്ലാതെ മധ്യസ്ഥ യാചിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പേര് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് പണിയാണെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ അവൻ ജഡ്ജിയായിട്ട് ന്യായം വിധിപ്പാനായിട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. ഹല്ലേലൂയ.
ആ യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തനെന്നാണ് ഞാനും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവര് ഈ വചന ശുശ്രൂഷ കഴിയുന്നതുവരെയും നിങ്ങൾ കേൾക്കണം. പ്രൈസലോ, ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും VOC ചാനൽ ആയിരിക്കുന്നെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. പ്രൈസലോ, ദൈവത്തിന് സ്തോത്രം. അതെ, ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കുമ്പോൾ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തനെന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, നമുക്കറിയാം ഈ കാലഘട്ടമൊക്കെ എടുത്തു നോക്കുമ്പോൾ വളരെ ചൂടിന്റെ അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. എന്താ വിഷയമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് സൂര്യനിൽ അതിൻ്റെ ഓസോൺ പാളിക്ക് പൊത്തായിട്ട് ദ്വാരമുണ്ടായിട്ട് ചൂട് അനുഭവപ്പെടുന്നെന്ന് ശാസ്ത്രലോകം വിധി എഴുതുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ മനുഷ്യൻ കൊള്ളരുതാത്തവരായിട്ട് പാപം ചെയ്ത് അനേക തെറ്റുകൾ കൂടെ കടന്നു പോകുമ്പോൾ ഓസോൺ പാളിയായിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്ക് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അതെ വെട്ടിക്കളയല്ല, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കഴിച്ചെങ്കിലോ എന്ന് പറഞ്ഞ് മധ്യസ്ഥൻ യാചിക്കുന്ന ആ യേശു ക്രിസ്തു ദൈവത്തിന്റെ വഴിയിൽ പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കും നിനക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് അവന്റെ ദയയാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ആ ദയയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് എനിക്കും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെട്ടിക്കളയല്ലേ, ദൈവത്തിന് സ്തോത്രം. അനേകർ ദൈവത്തിന്റെ വരെ ഈ രോഗത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ വെട്ടിക്കളയാതെ സൂക്ഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തനെന്ന് 4 ചിന്തകൾ നമുക്ക് ചുരുക്കമായി ചിന്തിച്ച് സമയപരിധിയിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് ദൈവത്തിന് സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25 വാക്യം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകപരമായ പ്രാപ്തിയല്ല ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്തുള്ളത്. അവൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാണ്. അവൻ ഇരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് മറന്നുപോകല്ല്. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ പേര് നിന്നെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, ഒരു രക്ഷ തരുവാൻ അവൻ പ്രാപ്തനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവനെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തമായി ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരാ. ദൈവത്തിന്റെ പേര് അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ആരെയാ രക്ഷിക്കുന്നത്? വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ദൈവത്തോട് അടുക്കുവാൻ ആരാഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ആരെല്ലാം അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ, ശിക്ഷയിൽ നിന്ന് വിടുതൽ തന്ന് എന്നേക്കുമായിട്ടുള്ള രക്ഷ പ്രാപിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഒരു 2 അടി നീ അങ്ങോട്ട് വയ്ക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ 10 അടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങോട്ട് വയ്ക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മുടിയൻ പുത്രനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച സ്വർഗത്തിലെ ദൈവം, അതെ അവന്റെ അപ്പൻ ദൈവത്തിന്റെ പൈതല്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം 2 അടി മുന്നോട്ട് നീ വെക്കുകയാണെങ്കിൽ നിന്നെ പൂർണ്ണമായി ശിക്ഷയിൽ നിന്ന് വിടുതൽ തന്ന് രക്ഷിപ്പാൻ എൻ്റെ യേശു ക്രിസ്തു മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ നാമമാണ് യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ എന്ത് ചെയ്തു? അധികാരം തന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിലെ രക്ഷ ദൈവത്തിന് വരെ നീ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ സുപ്രസാദകാലം, ഇന്ന് തന്നെ രക്ഷാ ദിവസം, അത് നാളേക്ക് നീ മാറ്റിവെക്കല്ല്. ഈ VOC ചാനലിൽ കൂടെ, ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വചനം കേൾക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ഇതുവരെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അപ്പൻ്റെ അടുത്തേക്ക് നീ കടന്നു വാ. കർത്താവേ, ഞാനൊരു പാപിയാണ്. കർത്താവേ, എൻ്റെ പാപത്തെ നീ ക്ഷമിച്ചു തന്ന് ഒരു പുത്തൻ സൃഷ്ടിയായിട്ട് എന്നെ മാറ്റണമേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, അവന്റെ പഴയതിന് പിന്നെ ചോദ്യമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം ദൈവത്തിന്റെ വഴിയിൽ
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ രക്തത്താൽ നീ ദൈവത്തിന്റെ പേരിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പേരിൽ നിന്നെ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ അതിൻ്റെ അകത്താക്കും. അകത്താത്മാവ് വന്നു കഴിഞ്ഞാൽ നീ ഒരു പുത്തൻ സൃഷ്ടിയായി മാറി. ദൈവത്തിന്റെ പേരിൽ ഇന്ന് പകൽക്കാലം ഈ രക്ഷ നീ പ്രാപിക്കുമോ? ഈ രക്ഷ നീ പ്രാപിക്കുമോ? ഇത്ര വലിയ രക്ഷ നീ ഗണ്യമാക്കി പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പേര് ഈ ചങ്കുകൊട്ടി പ്രസംഗിക്കുന്നത് ഈ രക്ഷയ്ക്ക് വേണ്ടിയാ. ഈ രക്ഷ ദാനമാണ്. അത് നീ പണമുടക്കേണ്ട കൃപയാലത്രേ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കപ്പെടുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ പേര് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ രക്ഷ നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് ആരടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവരെ രക്ഷിപ്പാൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. അവനതിന് പ്രാപ്തനാണ്. ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിന് സ്തോത്രം. നീ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഈ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവന് ഞാൻ അതിൻ്റെ അകത്താക്കുമെന്ന് തിരുവചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, രക്ഷയ്ക്കായി ഒരു ദാഹം നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകട്ടെ. കർത്താവേ, ഞാൻ നശിച്ചു പോകാതെ ഈ രക്ഷിക്കപ്പെട്ട അതൊരു പൈതലായിട്ട് മാറുവാനായിട്ട് എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക്. നീ നിലത്ത് വീട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പേര് നിന്റെ പാവങ്ങൾ കടുഞ്ചുമപ്പായിരുന്നാലും അവൻ പഞ്ഞുപോലെ വെളുപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ദൈവത്തിന്റെ പൈതല് അത് കർത്താവ് വരാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, രണ്ടാമത് അവിടെ ചിന്തിപ്പാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, രാജ്യത്തിന്റെ ഈ സുവിശേഷം എല്ലായിടങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ അവസാനം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ദൈവത്തിന്റെ പേരിലെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി അനേകർ രാപ്പമില്ലാതെ ഓടി നടക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവില് ഏകമധ്യസ്ഥനായ യേശു ക്രിസ്തു, ഈ ലോകത്തെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു, ഈ ലോകത്തെ സ്നേഹിച്ച യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നീ കടന്നുവാ ദൈവത്തിന്റെ പൈതലേ. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് നീ അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പൂർണ്ണമായി ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം അതിൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം 22, 23 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ബദല് ഞാൻ പറയട്ടെ, എടുത്ത് വായിക്കാൻ സമയമില്ല, ഞാൻ പറയട്ടെ. ദൈവത്തിൻ്റെ ബദല് അതെ, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യെരൂശലേം ദൈവാലയത്തിൽ മഹാപുരോഹിതന്മാർ പലരും ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അവരെല്ലാം ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നവരാ. ഹല്ലേലൂയ. 6 അടി മണ്ണിൽ കിടക്കുന്നവരാ. എന്നാൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പേര് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പ്രാപ്തനായിട്ട് ഈ ലോകത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ രക്ഷ ദൈവത്തിന്റെ പേര് ദാനമാണെന്ന് മറന്നു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വാ. ആ യേശുവിൻ്റെ അടുത്തേക്ക് നീ കടന്നു വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷ ദൈവത്തിന്റെ പേര് നീ തള്ളിക്കളയരുത്. ഞാൻ വളരെ മനോവസനത്തോട് പറയട്ടെ, ഈ രക്ഷ നീ തള്ളിക്കളയരുത്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശുവിന്റെ നാമം കൂടാതെ. ഹല്ലേലൂയ. ഈ നാമത്തെ അടിച്ചമർത്തുവാനായിട്ട് ഈ ലോകത്തിന് കഴിയത്തില്ല. ദൈവത്തിൻ്റെ പതില് ഈ ലോകമക്കൾക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നും ദൈവത്തിൻ്റെ പതില് അനേക ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ വലിയൊരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിലേക്ക് നീ മടങ്ങി വാ. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്തിനൊക്കെ പ്രാപ്തനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അവൻ നമ്മെ അത് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം അത് പൂർണ്ണമായി അവരെ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. രണ്ടാമതായിട്ട് ചിന്തിച്ചാട്ടെ, എബ്രായർ ദൈവത്തിന് സ്തോത്രം 2:18 വാക്യം ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എബ്രായർ 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എന്ന് പറയുന്നു, എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന്റെ ഉള്ളടക്കം വ്യക്തമായി കേട്ടല്ലോ. ഒന്നും കൂടെ വായിച്ചാട്ടെ ബ്രദറെ. 2:18 വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ.
താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു, പ്രാപ്തനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് അവൻ സാത്താനാൽ ദൈവത്തിന് സ്തോത്രം പരീക്ഷിക്കപ്പെട്ടവനാണെന്ന് എനിക്കും വ്യക്തമായിട്ടറിയാം. ഈ 3 പരീക്ഷയിലും ദൈവത്തിന് സ്തോത്രം യേശു കർത്താവ് ജയിച്ചപ്പോൾ പോ സാത്താനേ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച യേശു കർത്താവ്, ഹല്ലേലൂയ, അവൻ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ കടന്നു വരുമ്പോൾ ആ പരീക്ഷയിൽ നിന്നെ സഹായിപ്പാൻ അവൻ പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഓ ഗ്ലോറി ജീസസ്. ദൈവത്തിൻ്റെ പൈതല്, ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, എൻ്റെ ജീവിതത്തിലും നാനാ പരീക്ഷകൾ ഈ 31 വർഷമായിട്ട് കടന്നു വന്നു. എന്നാൽ അതെല്ലാം ജയിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ, പിതാക്കന്മാർ ദൈവത്തിന് സ്തോത്രം പഴയ നിയമം പഠിക്കുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവം അനേകരെ പരീക്ഷയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം പരീക്ഷിച്ചു, യോബിനെ സ്വർഗത്തിലെ ദൈവം പരീക്ഷിച്ചു. ആ പരീക്ഷയ്ക്കൊക്കെ നീക്കുപോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പരീക്ഷയിലെല്ലാം ദൈവത്തിൻ്റെ വഴിയില് അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വഴിയില് ദൈവത്തിന് സ്തോത്രം നിന്റെ ജീവിതത്തിലും പരീക്ഷകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് ദൈവത്തിന് സ്തോത്രം കടന്നു വരുമ്പോൾ ആ പരീക്ഷയിൽ നിന്നെയും സഹായിക്കും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആദ്യമായിട്ട് കടൽ കാണാൻ കടന്നു പോകുമ്പോൾ, തിരമാലകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് വരുമ്പോൾ നമ്മൾ അകന്നകന്ന് മാറാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴിയിൽ 4മതൊരു തിര കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം അതിൻ്റെ മീതെ കവിയുമോ എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, കടലിന് അതിർത്തി വെച്ചിട്ടുണ്ട്, കടലിന് ഒരു മണൽ ഭിത്തി വെച്ചിട്ടുണ്ട്, അതിനപ്പുറം പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം സമുദ്രം സൃഷ്ടിച്ചെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, കൈപ്പണിയായ എന്നെയും നിന്നെയും വീണ്ടെടുത്ത സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വരുമ്പോൾ അതിൽ നിന്നെ സഹായിക്കുവാൻ അവൻ പ്രാപ്തനാണ്. ആ പടകിലേക്ക് ഒന്ന് നോക്ക് ദൈവത്തിൻ്റെ വഴിയില്. അവർ ദൈവത്തിന് സ്തോത്രം തടാകത്തില് ഗലീല കടലിൽ കൂടെ, തിബരിയാസ് കടലിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതൊരു വഞ്ചിയാണ്, ഒരു ബോട്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം, നാഥാ നിങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, മക്കളെ പോലെ ദൈവത്തിന് സ്തോത്രം അക്കരയ്ക്കെത്തിച്ച കർത്താവ് എന്നെയും നിന്റെയും അക്കരയ്ക്കെത്തിക്കുവാൻ ഈ പരീക്ഷയിൽ സഹായിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1:12 വാക്യവും മറ്റോ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലേ ബ്രദറെ? 1:12 അല്ലേ? വായിച്ചാട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? ഒരു കേരള ലോട്ടറി ടിക്കറ്റ് കിട്ടിയവനല്ല ഭാഗ്യവാൻ. പൈസലോ സമ്പത്തുള്ളവനല്ല ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? ദൈവത്തിന് സ്തോത്രം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നാനാവിധ പരീക്ഷകൾ അവൻ നേരിടേണ്ടി വരും. പ്രൈസലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പല വിധത്തിലും ദൈവത്തിൻ്റെ വലിയ പരീക്ഷകൾ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലോ അവൻ്റെ മുന്നിൽ ഒരു ഓട്ടത്തിനൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷം കണ്ട ഇനി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസലോ, ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചാട്ടെ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം, അവൻ കൊള്ളാകുന്നവനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം അവൻ എനിക്ക് നൽകും. കിരീടങ്ങൾ ഒത്തിരി ഉണ്ട് ദൈവത്തിന്റെ വഴിയിലേ. ദൈവത്തിന്റെ സ്തോത്രം. ജീവന്റെ കിരീടമാണ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള പരീക്ഷകൾ ഒന്നിനു മീതെ ഒന്നായിട്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന് മീതെ പോകുവാനായിട്ട് കർത്താവ് ദൈവത്തിൻ്റെ വഴിയിൽ ഇടം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നിന്നെ സ്നേഹിച്ച് വിളിച്ച് വേർതിരിച്ചതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ പരീക്ഷ കടന്നു വരുമ്പോൾ അതിനായി സ്തോത്രം ചെയ്യുക. ആ പരീക്ഷയിൽ ജയിച്ച് നിനക്ക് വേണ്ടി ഒരു ജീവന്റെ കിരീടം സ്വർഗത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നീ എത്തിച്ചേരണം. ആമേൻ. ഇതാ സ്വർഗം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എൻ്റെ ഈ 31 കൊല്ലത്തെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഓരോന്നോരോന്ന് ഈ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് എങ്ങനെയെന്നാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രന് ദൈവത്തിന് സ്വത്രം യാഗം കഴിപ്പാനായിട്ട് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിന് സ്വത്രം ഇസാക്കിനെ കൊടുക്കാൻ മടിക്കായകൊണ്ട് തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ അവൻ എനിക്കും നിനക്ക് വേണ്ടി യാഗമായി തന്നു. അതാ ദൈവത്തിൻ്റെ വഴിയിലെ അതിൻ്റെ ഉത്തരം. പ്രൈസലോ, ദൈവത്തിന് സ്വത്രം. അതെ, ഇയ്യോബ്, ദൈവത്തിന് സ്വത്രം. ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവനെപ്പോലെ വേറൊരു ഭക്തനില്ല എന്ന് വേദപുസ്തകം തെളിയിച്ച് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വഴിയിലെ പരീക്ഷകൾ ഓരോന്നോരോന്നായി കടന്നു വന്നു. എന്നാൽ ആ പരീക്ഷയിൽ ജയിച്ചത് ഇയ്യോബ്. ദൈവത്തിന് സ്വത്രം. അതെ, അവൻ്റെ ഭാര്യ പ്രകാരം പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ എന്നോട് പറയല്ലേ. ദൈവത്തിന് സ്വത്രം. ഇയ്യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുമ്പോൾ ദൈവത്തിൻ്റെ പോലെ ഏതെല്ലാം പരീക്ഷകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനായി സ്തോത്രം ചെയ്യണം. ആമേൻ. ഇതാ സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് നോക്കിക്കോളൂ. നീ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ വ്യക്തമായിട്ട് ചെയ്യേ. കർത്താവ് ചെയ്യേണ്ടതുപോലെ എല്ലാം ചെയ്യും. ദൈവത്തിൻ്റെ വയലെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം രണ്ടാമത്തെ ചിന്ത നമ്മൾ ചിന്തിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, രണ്ടാമതായിട്ട് അതെ, ദൈവത്തിന് സ്തോത്രം. പരീക്ഷിക്കപ്പെടുന്നവർക്ക് പൂർണ്ണമായി അവരെ സഹായിപ്പാൻ യേശു കർത്താവ് പ്രാപ്തനാണ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ആമേൻ. വിളിച്ച് വേർതിരിച്ച രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വയലെ, നിന്റെ ജീവിതത്തിൽ ഓരോ പരീക്ഷകളും നാനാ പരീക്ഷകളും കടന്നു വരുമ്പോൾ ആ പരീക്ഷയിൽ നിന്നെ സഹായിപ്പാൻ കർത്താവ് പ്രാപ്തനാണെന്ന് അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടു. ആമേൻ. ഇതുവരെ പരീക്ഷയിൽ ജയിച്ച ആ വലിയവനായ യേശു കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുക. എൻ്റെ മിടുക്കോ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, അവൻ പ്രാപ്തനായതുകൊണ്ടാ ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വഴിയിലെ മറന്നു പോകേണ്ട. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായിട്ട് ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം വായിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:14-15 വാക്യം. എബ്രായർ 4:14-15 വാക്യം വായിച്ചാട്ടെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വായിച്ചാട്ടെ. നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയിൽ നമ്മെ സഹായിപ്പാൻ, ബലഹീനതയിൽ സഹായിപ്പാൻ യേശു കർത്താവ് പ്രാപ്തനാണ്. ആമേൻ. പാപമൊഴികെ പാപം ചെയ്യാനായിട്ടുള്ള ഓർഡറൊന്നും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളത് ചെയ്തോ. പല ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്, അത് വേണ്ടതുപോലെയൊക്കെ പോവാം, അങ്ങനെ അങ്ങോട്ട് എത്താൻ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വരെ നീ വിശുദ്ധീകരണ ജീവിതം വേണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ എത്താൻ കഴിയത്തില്ല. ഇവിടെ പാപമൊഴികെ ഏതെല്ലാം ബലഹീനതകൾ നിന്റെ ജീവിതത്തിലുണ്ടോ അതിന് സഹായം തരുവാൻ കർത്താവ് പ്രാപ്തനാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയിൽ അവൻ നമ്മെ സഹായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വരെ നമ്മളോട് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ആമേൻ. അത് മറന്നു പോകല്ലേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന പാസ്റ്റർമാര്, ബ്രദർമാര്, ദൈവത്തിൻ്റെ ജനമേ, എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ പല ബലഹീനതകളും അത് നമ്മുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നോട്ടത്തിൽ, ഹൃദയവികാരത്തിലൊക്കെ വന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ബലഹീനതയിൽ സഹായിപ്പാൻ ഒരുവനേയുള്ളൂ, പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. നമുക്കറിയാം, ഒരു ബലഹീന മനുഷ്യൻ 38 ആണ്ട് രോഗത്താൽ വലഞ്ഞ് കുളം കലക്കുമ്പോൾ, ബെത്സയിദ കുളക്കളവിലെ കുളം കലക്കുമ്പോൾ ആരും അവനെ അതിലേക്ക് എടുത്തിടാനായിട്ടില്ല. അത് ബലഹീനതയല്ലേ? അങ്ങനെ ഒത്തിരി ബലഹീനതയുള്ളവർ ഭവനങ്ങളിൽ കിടക്കുന്നുണ്ട്. കൈകാലുകളെല്ലാം തളർന്ന്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴത്തെ അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം എല്ലാവർക്കും തളർച്ചയാ. ഞാൻ പറയട്ടെ, ഇത് കൊറോണ വന്നതുകൊണ്ടല്ല. 38 ആണ്ട് ദീനം പിടിച്ച് ബെത്സയിദ കുളക്കളവിൽ അവൻ കിടക്കുക. ആരാരവനെ നോക്കുന്നില്ല. ദൈവത്തിൻ്റെ വരെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവത്തിന് സ്തോത്രം രോഗം പിടിച്ച് എത്രയോ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ വരെ മാതാപിതാക്കൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ ശാന്തമായി ചിന്തിക്കേ. അവരെ ഒറ്റ നോട്ടത്തിൽ നോക്കാൻ പോലും ആളില്ലാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ആ ബെത്സയിദ കുളക്കളവിൽ യേശു കർത്താവ് ഇറങ്ങി വരിക. ആമേൻ.
അവൻ്റെ ബലഹീനത കണ്ടിട്ട് യേശു അവിടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ദൈവത്തിൻ്റെ പേരിൽ അവൻ പറഞ്ഞു, അതെ, കുളം കലക്കുമ്പോൾ ആരും എന്നെ കുളത്തിലേക്ക് ഇറക്കുവാനായിട്ടില്ല. എന്നാൽ യേശു കർത്താവ് അവന് ദൈവത്തിൻ്റെ പേരിൽ സൗഖ്യം കൊടുക്കുക. അവൻ്റെ ബലഹീനതയിൽ 38 ആണ്ട് ദീനം പിടിച്ചവന് സൗഖ്യം കൊടുത്തെങ്കിൽ ഏതെല്ലാം വിധത്തിൽ സൗഖ്യത്തോടെ ദൈവത്തിൻ്റെ പേരിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ നീ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, നിനക്ക് സൗഖ്യം തരുവാൻ യേശു പ്രാപ്തനാ. ഏത് ബലഹീനതയാകട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയോ? ഈ ബലഹീന മനുഷ്യനെ രോഗം മാറിക്കിട്ടിയപ്പോൾ അവനെ യേശു ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശു കണ്ടപ്പോൾ അവനോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ദൈവത്തിന് സ്തോത്രം. അധിക തിന്മ ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാപത്തോട് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യാനായിട്ട് ഓർഡറില്ല. ആമേൻ. ഹല്ലേലൂയ. അവനോട് പറഞ്ഞെന്താ? അധികം തിന്മ ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുതെന്ന് പറയുമ്പോൾ അധികം തിന്മ ചെയ്തുകൊണ്ടാണ് അനേക രോഗങ്ങളായിട്ട് രോഗക്കിടക്കയിലും ഭവനങ്ങളിലും പലരും ആയിരിക്കുന്നത്. തിന്മ ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത്. ആമേൻ. വേദപുസ്തകത്തിൽ പല ബലഹീനതയ്ക്കും സൗഖ്യം കൊടുത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് എനിക്കും നിനക്കും പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് നമ്മുടെ ബലഹീനത കടന്നു വരുമ്പോൾ ഏതെല്ലാം ബലഹീനതയായാലും ആ ബലഹീനതയിൽ അവൻ നമ്മെ സഹായിപ്പാൻ പ്രാപ്തനാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഗത്സമന തോട്ടത്തിൽ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരുമാറാകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ദൈവം ബലഹീനനല്ല. പ്രൈസലോ. അവൻ ബലമുള്ളവനാ. പ്രൈസലോ. ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം അതിന് ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം കൊടുത്തു? ദൂതന്മാർ വന്ന് ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ ബലഹീനതയിൽ യേശു കർത്താവിനെ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് സഹായിച്ചെങ്കിൽ ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുമായുള്ളവരെ നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സഹായിപ്പാൻ പ്രാപ്തനാണ്. ആമേൻ. ഏത് ബലഹീനത കടന്നു വരട്ടെ, പാപമൊഴികെ ഏതെല്ലാം ബലഹീനത കടന്നു വരട്ടെ, അതിലെല്ലാം നിനക്ക് ജയം തരുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആ ഭാഗത്തു നിന്ന് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു പ്രാപ്തനാണ്. 3. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് ഒരു ചിന്തം കൂടെ ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് 1 യോഹന്നാൻ 2:1 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇതൊന്നും ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിൻ്റെ പേര്. എൻ്റെ കുഞ്ഞുങ്ങളെ. കണ്ടോ? അപ്പൊ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ എത്ര മിടുക്കനായാലും കുഞ്ഞുങ്ങളാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് 2 മക്കളുണ്ട്. ഒരുത്തിന് 38 വയസ്സായി, ഒരുത്തിന് 31 വയസ്സായി. 2 ആൺമക്കളാ. അവരൊക്കെ എനിക്ക് കുഞ്ഞുങ്ങളാ അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു ദിവസം ഒരു ഭവനത്തിലേക്ക് കടന്നു പോയപ്പോൾ ഒരു 10-100 വയസ്സ്, ഏകദേശം 95 വയസ്സായ ഒരു അപ്പച്ചൻ പേരക്കുട്ടിയെ വിളിച്ചത്, അത് സ്വന്തം മകനെ വിളിച്ചത് എന്താണെന്നറിയോ? കുഞ്ഞേ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം? അപ്പനെപ്പോഴും മക്കൾ കുഞ്ഞാ, അത് മറക്കണ്ട. അപ്പോൾ പലരും പറയാറുണ്ട്, അവനിപ്പോൾ കുഞ്ഞെല്ലാം വളർന്നല്ലോ. പക്ഷെ എത്ര വളർന്നാലും ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവത്തിൻ്റെ പേരിൽ, അപ്പനും അമ്മയ്ക്കും കുഞ്ഞാ. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അവരേതെല്ലാം എന്തെല്ലാം ചെയ്തു വെച്ചാലും അവരോട് ക്ഷമിക്കുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കൊച്ചുപോല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വയലിനോട് ഇപ്രകാരം പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്. വായിച്ചാട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിൻ്റെ വയല് അപ്പൻ എത്ര മദ്യപാനിയായാലും, ദൈവത്തിന് സ്തോത്രം, അമ്മ എത്ര മോശപ്പെട്ട് നടന്നാലും മക്കളായിത്തീരല്ലേ എന്ന് ഒരു പിതാവും മാതാവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ സ്വർഗത്തിലെ ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച ദൈവമക്കളോട് പറയുന്നത് ഇപ്രകാരം, കുഞ്ഞുങ്ങളെ
പാപം ചെയ്യരുത്, പാപം ചെയ്യാൻ ഓർഡറില്ല. അതാ പറഞ്ഞു, പാപത്തെ വെറുത്ത് ഭാവിയെ സ്നേഹിക്കുന്നവനാ യേശു കർത്താവ്. എൻ്റെ കുഞ്ഞുങ്ങള് ദൈവത്തിന് സ്തോത്രം വായിച്ചാട്ടെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ശ്രദ്ധിച്ച് കേട്ടാട്ടെ, എത്ര ദയുള്ള കർത്താവല്ലേ. ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ? എത്ര ദയുള്ള കർത്താവാ. അഥവാ എങ്ങനെയെങ്കിലും തെറ്റിപ്പോയിട്ടൊരു പാപം ചെയ്താലോ ഓർഡറില്ല, എന്നാൽ ഒരു പാപം ചെയ്താലോ, വായിച്ചാട്ടെ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കണ്ടോ എത്ര സ്നേഹസമ്പന്നനായ കർത്താവാ. നീ അഥവാ തെറ്റിപ്പോയാലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വഴിയില് അത് ക്ഷമിച്ചു തരുവാൻ പോലും പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വഴിയില് വീണ്ടും അവൻ പറയാ, പാപം ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇല്ലെങ്കിലും അതോ എന്തെങ്കിലും ചെയ്തു പോയോ നിനക്ക് ക്ഷമിച്ചു തരാമല്ലോ. തൻ്റെ മക്കൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്ന പോലെ, മാതാവും പിതാവും ക്ഷമിച്ചു കൊടുക്കുന്ന പോലെ ദൈവത്തിന് സ്തോത്രം. തൻ്റെ സ്വർഗത്തിലെ ദൈവം പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പറയാ, എന്താ ദൈവത്തിന് സ്തോത്രം, അതെ ഞാൻ അത് ക്ഷമിച്ചോളാമേ. ആമേൻ. ഇനി ചെയ്യരുത്. ആമേൻ, ഹല്ലേലൂയ. അതെ ദൈവത്തിൻ്റെ വഴിയില് വേദപുസ്തകം പറയുന്നത് ഇപ്രകാരം, നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലത്ത് വീണാലും അവൻ ഒരിക്കലും നിലപ്പരിശാകത്തില്ല. കർത്താവിൻ്റെ അടുത്തേക്ക് നീ മടങ്ങി വരണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒറ്റപ്പാപങ്ങളോ 2 പാപങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിലോ ദൈവത്തിൻ്റെ വഴിയില് അവൻ നിന്നെ സ്നേഹിക്കുക. നീ മടങ്ങി വരുമോ അവൻ നിന്നെ സ്നേഹിക്കുക. അവൻ നിന്നോട് ക്ഷമിച്ചു തരുവാൻ അവൻ പ്രാപ്തനാ. ഇതിലപ്പുറം എന്താ വേണ്ടത് ദൈവത്തിൻ്റെ പൈതല്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പന്നി അത് ചെളിക്കുണ്ടിൽ വീണാൽ അതിൽ കിടന്ന് ഉരുളാനായിട്ട് ആഗ്രഹിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതൊരു രക്ഷിക്കപ്പെടാത്ത ദൈവത്തിനെ കാണിക്കുക. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ പ്രൈസലോ, അതേ ചേറിൽ ഒരു ആട്ടിൻകുട്ടിയാണ് വീണതെങ്കിൽ അത് എഴുന്നേറ്റ് അതിനെ നക്കി നുണഞ്ഞ് വൃത്തിയാക്കും. അതുപോലെ ഇന്ന് പകൽക്കാലം വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ, നിന്നെ തന്നെ കഴുകി വിശദീകരിച്ച് അതെ യേശുവിൻ്റെ അടുത്തേക്ക് നീ മടങ്ങി വരുമോ? വേദപുസ്തകം പറയുന്നു, അവൻ നഗരവാതിൽക്കൽ ദൈവത്തിൻ്റെ പേരിൽ രക്തം ചൊരിഞ്ഞത് എന്നെയും നിന്നെയും വിശദീകരിക്കാനാണെങ്കിൽ, അപ്പാ എന്നെ ഒന്നും കൂടെ വിശദീകരിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് നീ മടങ്ങി വാ, അവൻ നിന്നോട് ക്ഷമ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമമിടട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് സ്വർഗത്തിലെ ദൈവം, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വഴിയിൽ എഴുതിയ ലേഖനമാണെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുമോ? ഈ യൂട്യൂബ് ചാനലിൽ കൂടെ, ഈ VOC ചാനലിൽ കൂടെ അനേകരെ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മടങ്ങി വരുമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ്, മധ്യസ്ഥ യാചിക്കുന്ന യേശു കർത്താവ് എന്തിനൊക്കെ പ്രാപ്തനെന്ന് 4 ചിന്തകൾ നമ്മൾ കേട്ടല്ലോ. ഒന്ന്, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ. ആരോട്? ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പേരിൽ സദാ പക്ഷപാതം ചെയ്ത് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. 2, ദൈവത്തിൻ്റെ സ്തോത്രം. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി കടന്നു വരുമ്പോൾ ആമേൻ, ആ പരീക്ഷയിൽ നമ്മെ സഹായിക്കുവാൻ അവൻ പ്രാപ്തനാണെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. 3, ദൈവത്തിൻ്റെ പൈതല് നമ്മൾ ബലഹീനരില്ലാത്തവർ ആരുടെ ഇല്ല. ഞാൻ ഉൾപ്പെടെ ബലഹീനരാണ്. എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിപ്പാൻ അവൻ പ്രാപ്തനാണ്. രോഗമാകട്ടെ മറ്റേത് വിഷയങ്ങളാകട്ടെ, ആ ബലഹീനത നടുവിൽ അവൻ നിനക്ക് സൗഖ്യം തരുവാൻ അവൻ പ്രാപ്തനാണ് എന്ന് കണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. 3-മതായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. അത് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഭാരം പേടിയുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ, പാപം ചെയ്യുവാനായിട്ടുള്ള ഓർഡർ നമുക്കില്ല കേട്ടോ. പ്രൈസലോ. ഇനി സ്തോത്രം, നീ ചെയ്തു പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം, അതിൻ്റെ മുകളിൽ ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ്, നമ്മെ സഹായിപ്പാൻ മതിയായവനാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ 4 ചിന്തകൾ കൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രവിച്ചിട്ടുള്ള ഏവരുമായുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക്
നിന്റെ കണ്ണുകളെ ഉയർത്തിക്കാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിപ്പാനായിട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. കരുണാസമ്പന്നനായ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിലായി സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ചല്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം. നീ എന്തിനൊക്കെ പ്രാപ്തനെന്ന് വ്യക്തമായിട്ട് തിരുവചനത്തിൽ കൂടെ സത്യങ്ങളെ നീ വിളിച്ചു പറഞ്ഞല്ലോ. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാനും കർത്താവേ, ഇന്ന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും നീ സൗഖ്യം കൊടുക്കുവാനും അനേക ആത്മാക്കളെ രക്ഷിക്കപ്പെടുവാനും ഈ വചനം മൂലം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവ് ഏറ്റവും അടുത്തല്ല കർത്താവേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഒരുക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ VOC ചാനലിനെ അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. ഈ ചാനലിൽ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഷാജു ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇതിൽ കൂടെ നടക്കുന്ന സകല ശുശ്രൂഷയെ നീ മാനിക്കണം. അപ്പൻ്റെ പൊന്നുകാരം കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം കർത്താവേ. അടിയങ്ങളെ താഴ്ത്തി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മാനും മഹത്വം അറക്കപ്പെട്ട കുഞ്ഞാടെടുക്കണം. നിങ്ങളെ താഴ്ത്തി താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവേ. സകല മഹത്വം എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. യേശു കർത്താവ് മൂലം എല്ലാവരെയും ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഈ വചനം മൂലം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ.